CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചൂണ്ടലിൽ ലഹരി സംഘത്തിന്റെ വീട് കയറിയുള്ള ആക്രമണത്തിൽ 76കാരി ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ഗുരുവായൂർ നഗരസഭയ്ക്ക് 137.62 കോടി രൂപയുടെ ബജറ്റ്. ഗുരുവായൂരിന്റെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി 137,49,452 രൂപ വരവും 103,33,42,000 രൂപ ചെലവും 34,27,67,452 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്നതാണ് ബജറ്റ്. കഴിഞ്ഞ ദിവസം മോഷണം നടന്ന ഗുരുവായൂർ ചാമുണ്ടേശ്വരി ക്ഷേത്രത്തിൽ ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും പരിശോധന നടത്തി. തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഇരുചക്രവാഹനങ്ങൾ കത്തിനശിച്ച സംഭവം നഷ്ടപരിഹാരത്തുക അനുവദിക്കുവാൻ റെയിൽവേ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതിയിൽ 4 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. ഗുരുവായൂർ ചിറ്റാറ്റുകര തിരുവിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി തൂണിലിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രികരും പാവറട്ടി കാക്കശ്ശേരി സ്വദേശികളുമായ നാലകത്ത് മുഹമ്മദ് ഫർഷിൻ, പണിക്ക് വീട്ടിൽ റൌഫ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പ്രശസ്തമായ പഴനി അരുവായി ശ്രീ ചിറവരമ്പത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരം വേലമഹോത്സവം ഫെബ്രുവരി 27, 28 തീയതികളിലായി ആഘോഷിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ കുന്നംകുളത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരുമ്പപ്പെട്ടി നെല്ലുവായ് സെന്ററിന് സമീപം ഉന്തുവണ്ടിയിൽ ലോറിയിടിച്ച് തമിഴ്നാട് സ്വദേശിക്ക് പരിക്കേറ്റു. പ്രദേശത്ത് ആക്രി സാധനങ്ങൾ ശേഖരിക്കുന്ന സമ്പത്ത് എന്ന വ്യക്തിക്കാണ് പരിക്കേറ്റത്. വേലൂർ പാത്രമംഗലം തോന്നല്ലൂർ റോഡിൽ തലതിരിഞ്ഞിരിക്കുന്ന അപകട സൂചനാ ബോർഡ് അപകട ഭീഷണി ഉയർത്തുന്നു. പൊതുമരാമത്ത് വകുപ്പിന്റെ ഇത്തരത്തിലുള്ള അനാസ്ഥ കൂടുതൽ അപകടങ്ങൾക്കിടയാക്കുന്നുവെന്ന് ആരോപണം. പ്രദേശത്തെ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്ന തോന്നല്ലൂർ ക്ഷേത്രത്തിനടുത്തുള്ള വളവിലാണ് ബോർഡ് തലതിരിച്ചു വെച്ചിരിക്കുന്നത്. ചാവക്കാട് മണത്തല ശ്രീ വിശ്വനാഥ ക്ഷേത്രത്തിൽ പൂരം ആഘോഷിച്ചു. ചൊവ്വാഴ്ച രാവിലെ 4 മണിക്ക് പള്ളി ഉണർത്തലിനു ശേഷം ചടങ്ങുകൾ ആരംഭിച്ചു. ജനകീയ ആസൂത്രണം 14ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2026-27 വാർഷിക പദ്ധതികളുടെ നിർദ്ദേശങ്ങൾക്കും അംഗീകാരങ്ങൾക്കുമായി പുന്നിയൂർക്കുളം ഗ്രാമപഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. ആളൂർ അഹമ്മദിയ മുസ്ലിം മിഷൻ ഹൌസിൽ മുസ്ലിം മൗദ് ദിനം ആചരിച്ചു. തയ്യൽക്കാരെ ESIയിൽ ഉൾപ്പെടുത്തണമെന്ന് ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കണ്ടാണശ്ശേരി ഏരിയ കൺവെൻഷൻ പ്രമേയം വഴി അധികാരികളോട് ആവശ്യപ്പെട്ടു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഹെൽത്തി കേരള ഫീൽഡ് ക്യാമ്പയിൻ ചൊവ്വന്നൂർ ബ്ലോക്ക് തല സമാപനം വിവിധ ആരോഗ്യ പരിപാടികളുടെ ആളൂർ വായനശാല പരിസരത്ത് സംഘടിപ്പിച്ചു. അക്കിക്കാവ് NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ മന്നത്ത് പത്മനാഭന്റെ 56ാമത് ചരമവാർഷിക ദിനാചരണം നടത്തി. ചാലിശ്ശേരി SC-UP സ്കൂളിൽ കരാട്ടെ കളർ ബെൽറ്റ് അവാർഡിംഗ് നടത്തി. ചൊവ്വാഴ്ച സ്കൂളിൽ നടന്ന ചടങ്ങിൽ ഗ്രാൻഡ് മാസ്റ്റർ മുഹമ്മദ് ആഷിഖ് വിദ്യാർത്ഥികൾക്ക് കളർ ബെൽറ്റ് അവാർഡുകൾ വിതരണം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.